നല്ല ഹെൽത്തി ആയിട്ട് റാഗി വെച്ച് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ് കാണിക്കുന്നത്. ഇവിടെ ഞാൻ കാണിക്കുന്നത് പശുവും പാൽ ചേർക്കാതാണ് ചെയ്ത് കാണിക്കുന്നത്. ഈ നോമ്പ് കാലത്ത് നല്ല ചൂടുള്ള ഈ സമയത്തുമൊക്കെ ഇതുപോലെ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. തികച്ച് ഹെൽത്തിയുമാണ്. എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 സ്പൂൺ ചിയ സീഡ് ചേർക്കുക. കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് മാത്രം മതി കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ചിയ സീഡിന് പകരമായിട്ട് സബ്ജ സീഡായാലും എടുക്കുക. ഒരു 12 ബദാം എടുത്ത് നല്ലവണ്ണം കുതിർത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കശുവണ്ടി എടുത്തിട്ടുണ്ട്. ഒരു 5-6 എണ്ണം എടുക്കുക. അത് നല്ലവണ്ണം കുതിർത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് 3 സ്പൂൺ ഇതുപോലെ ഫുള്ളായിട്ട് റാഗിപ്പൊടി എടുക്കുക. ഇത്രയും ഇങ്ങനെ കറക്റ്റ് അളവായിരിക്കണമെന്നൊന്നുമില്ല. ഇതിലൊരു 1/2 സ്പൂണൊക്കെ കൂടുതൽ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഇനി ഒരു 1/2 ഗ്ലാസ്സിനടുത്തായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കട്ടകളില്ലാതെ നല്ലവണ്ണം ഒന്ന് കലക്കി എടുത്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അടുപ്പിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർക്ക്. 2 സ്പൂൺ 2-3 സ്പൂൺ ചേർക്കുക. ഒരു മീഡിയം സൈസ് ബീറ്റ്റൂട്ടിൻ്റെ പകുതി ഭാഗമാണ്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ബീറ്റ്റൂട്ട് ഒന്ന് വെന്ത് വന്നോട്ടെ. ഒരു 90% വെന്താലും മതി. ബാക്കി പിന്നീട് കുക്ക് ചെയ്യുമ്പോൾ വെന്തോളും. ഇതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടണമെന്ന് മാത്രം. കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതായിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ചുകൊണ്ട് ഞാൻ ഈ ചേർക്കുന്നത് തേങ്ങയുടെ 3-ാം പാലാണ് ചേർക്കുന്നത്. ഒരു 1/2 ഗ്ലാസ് ഉണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത ഉടനെ തന്നെ റാഗിയോട് ഒഴിക്കണം. തീ ഒന്ന് നല്ലവണ്ണം കുറച്ച് വയ്ക്കുക. ഇതുപോലെ ഒഴിക്കുക. മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുക, കട്ടായിരിക്കാൻ വേണ്ടി. റാഗി പൊടിച്ചത് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ റാഗി അല്പം എടുത്ത് കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുത്താലും മതി. അത് മൊത്തം ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ കുറഞ്ഞ തീയിൽ തന്നെ നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. കട്ടാതെ റാഗി നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടണം. ഈ സമയം കൊണ്ട് ബീറ്റ്റൂട്ട് എന്തെങ്കിലും വേകാനുണ്ടെങ്കിൽ അതുകൂടി വെന്തോളും. ബീറ്റ്റൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്താൽ ചേർക്കുന്നെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഈ ഒരു ഡ്രിങ്കിൽ ബീറ്റ്റൂട്ട് ചേർത്തായിട്ടൊന്നും കുട്ടികളൊന്നും കണ്ടുപിടിക്കത്തേയില്ല. ബീറ്റ്റൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും മുന്നേ നിൽക്കത്തുമില്ല. റാഗി നല്ലവണ്ണം വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. അതിന് ശേഷം ഒരു 5-6 ഈന്തപ്പഴം അരിഞ്ഞ് ചേർക്കുക. ആ ചൂടോടുകൂടി തന്നെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഈ ചൂടാറുന്ന സമയം കൊണ്ട് തന്നെ ആ ഈന്തപ്പഴം ഒന്ന് കുതിർന്ന് വരികയും ചെയ്യും. ഇനി നല്ലവണ്ണം ആറാൻ വേണ്ടി ഗ്യാസിൽ നിന്ന് ഇറക്കി വയ്ക്കുക. മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ആ കുറുക്കിൽ നിന്ന് പകുതി എടുത്ത് ചേർക്കുക. ഇനി ഇതിലോട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന ബദാം, കാഷ്നട്ടും ചേർക്കുക. ബദാം ഞാൻ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചാണ്. കാഷ്നട്ടിന് 1-2 മണിക്കൂർ മാത്രമേ ഞാൻ കുതിർത്ത് വെച്ചുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 ഏലക്കായുടെ കുരു മാത്രമായിട്ട് എടുത്ത് ചേർത്തിട്ടുണ്ട്. ഏലക്ക ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കാതിരിക്കാം. പിന്നെ വാനില എസൻസ് ഇഷ്ടമുള്ളവർക്ക് ഏലക്ക സ്കിപ്പ് ചെയ്തിട്ട് വാനില ചേർക്കാം. ആദ്യത്തെ ബാച്ച് നല്ലവണ്ണം അരഞ്ഞു വിട്ടിട്ടുണ്ട്. അതെടുത്ത് മാറ്റണ്ട. അതിനകത്തോട്ട് തന്നെ വീണ്ടും ബാക്കി പകുതി ഇരിക്കുന്ന കുറുക്കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നല്ലവണ്ണം അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ മധുരം ചെക്ക് ചെയ്യുക. മധുരം വേണമെങ്കിൽ മാത്രം ശർക്കരപ്പൊടി ചേർക്കാം. ശർക്കരപ്പൊടി വേണ്ടാത്തവർക്ക് ഈന്തപ്പഴം കൂടുതൽ ചേർത്തുകൊണ്ട് മധുരം നിങ്ങൾക്ക് പാകത്തിനാക്കാം. ഈന്തപ്പഴം അഥവാ ചേർക്കുന്ന ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കരപ്പൊടി മാത്രമായിട്ടും ചേർക്കാം. ഇത് അരച്ചെടുത്തത് ഒരു വലിയ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒഴിക്കുന്നത് തേങ്ങാപ്പാലാണ്. ഞാൻ 1ഉം 2ഉമായിട്ട് പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാൽ മിക്സ് ചെയ്തിട്ട് അത് ചേർത്തിട്ടുണ്ട്. ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയ സീഡ് ചേർക്കുക. ഇവിടെ ഞാനൊരു 3 ഗ്ലാസ് വരുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് പാകത്തിന് 3 ഗ്ലാസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ചേറെ ഐസ് ക്യൂബ്സ് കൂടെ ചേർക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം മധുരം പാകമല്ലെങ്കിൽ ശർക്കരപ്പൊടി ചേർക്കാം. ഇത് പഞ്ചസാര ചേർത്തും ചെയ്യാവുന്നതാണ്.
പിന്നെ കുറുക്ക് ആറാൻ വെക്കുന്ന സമയത്ത് ചിയ സീഡ് കുതിർത്ത് വെച്ചാൽ മതി. ചിയ സീഡ് ഒരു 15 മിനിറ്റിൽ കൂടുതലായിട്ട് കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചിയ സീഡ് കൈവശമില്ലെങ്കിൽ സബ്ജ സീഡ് ആയാലും കുതിർത്തിട്ട് ഇതിൽ ഉപയോഗിച്ചാൽ മതി. ഇതുപോലെ തന്നെ തേങ്ങാപ്പാലിന് പകരമായിട്ട് പശുവും പാലായാലും ഉപയോഗിച്ച് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. നല്ലൊരു ഡ്രിങ്കാണിത്. ഇതിൽ ബീറ്റ്റൂട്ടിൻ്റെ റാഗിയുടെ ഒന്നും ടേസ്റ്റ് മുന്നേ നിൽക്കത്തേയില്ല, പ്രത്യേകിച്ച് ഏലക്കയോടെ ചേർക്കുമ്പോഴത്തേന്. പിന്നെ ഈ നല്ലൊരു പിങ്ക് കളറൊക്കെ കിട്ടുമ്പോഴത്തേന് കുട്ടികളെയൊക്കെ നല്ലവണ്ണം ആകർഷിക്കും, അവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതിലും കുറച്ചുകൂടി ലൂസാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം. പാകത്തിന് മധുരം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കുറച്ച് കുറുക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് അളവിൽ എടുക്കുന്നത് കൊണ്ടാണ് 3 സ്പൂൺ ചിയ സീഡ് ഇവിടെ ചേർത്തത്. അപ്പോൾ 1 ഗ്ലാസ്സിന് 1 സ്പൂൺ എന്നുള്ള അളവ് മതി. നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. കുട്ടികൾക്കും വലിയവർക്കും നോയമ്പ് സമയത്തും ചൂട് സമയത്തും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ഹൈപ്പും കമൻറ്റും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.